എക്സാം കഴിഞ്ഞ ഒരാളെത്തിയിട്ടുണ്ട്. അവിടെ കുറേ കുറ്റിക്കുരുമുളകിന്റെ തൈക്കൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തു കൊണ്ടുപോവാണ്. ഇത് ഒരു അസത്തറ്റിക് പൂവാണിത്. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ വാക്കാണിത്. അപ്പം ആള് പ്രത്യേകം പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ പൂക്കളിനോടെന്ന് വെച്ചാൽ ഭയങ്കര കമ്പാ എനിക്ക്. അപ്പം അതുകൊണ്ടായിരിക്കാം എൻ്റെ അപ്പനും അമ്മയും എനിക്ക് പുഷ്പം എന്ന് പേരിട്ടത്. അല്ലേ? എൻ്റെ പേര് പുഷ്പം. ഞങ്ങളുടെ മോച്ചൂട്ട് നിൽക്കണണ്ടില്ലേ, പാലക്കാട്ടേക്ക് പോവാനുള്ള മീൻകറിയാണ് കേട്ടോ. അപ്പം അപ്പച്ചനുള്ളപ്പം ഗോവയ്ക്ക വെച്ച് പിടിപ്പിക്കുമ്പോഴേ ഗോവയ്ക്ക വെച്ച് പിടിപ്പിക്കുമ്പോൾ എന്നോട് പറയും, ഇതെന്തിനാണ് നീ ഇപ്പം ഇതിങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത്? നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള അതുമ്മ പൂവുണ്ടാകുമ്പോൾ എന്താ സന്തോഷം എന്നറിയോ? കണ്ട ദേ അപ്പുറത്തുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോ ആണിത്. നമ്മുടെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ഡെയിൻ മൈ ലൈഫ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നും ഡെയിൻ മൈ ലൈഫ് ഇടാന്ന്. അപ്പോൾ ഞാൻ രാവിലെ എനിക്കിരുന്ന് പഠിക്കുകയാണ് ഗൈസ്. ഇന്ന് ഇംഗ്ലീഷാണ് എക്സാം. അപ്പോൾ രാവിലത്തെ കോലമാണ് ഗൈസ് ഇത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ കോലം. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമാണ് ഇന്ന്. ഇനി നാളെയും കൂടെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞാൽ 2 ദിവസം മുടക്കാണ് ഗൈസ്. പിന്നെ പനി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനിയൊന്നുമില്ല. എനിക്ക് നീരിച്ച് പറയില്ല. മൂക്കടപ്പ് നല്ലപോലെ ഉണ്ട്. പിന്നെ തലവേദന വലിയ കുഴപ്പമില്ല. ഇപ്പം ഇന്ന് അങ്ങനെ തലവേദന ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ കുഴപ്പമില്ല ഗൈസ്. അടുക്കളയിൽ അമ്മച്ചി എന്തൊക്കെയോ കലാപരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പം അത് എന്താണെന്ന് പോയി കണ്ടിട്ട് വരും. ഇന്നൊരു മീൻകറി വെക്കണം. അതൊരു പൂരത്തിന് വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടേ ലിൻഡോൻ്റെ കൂട്ടുകാരൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയില്ല, ഇവരെല്ലാവരും പോയി. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഒരു മീൻകറി വെച്ച് തരുമോ അമ്മച്ചിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ വെക്കണ മാതിരി വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ വെച്ചു. ഞാൻ വെച്ച് കഴിഞ്ഞ് അവിടെ കൊണ്ടു ചെന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി. ഞാൻ പേടിച്ചിട്ടായിരുന്നായിരുന്നു, ദൈവമേ ഞാൻ വെച്ച് കൊടുത്തിട്ട് ഇനി വല്ല കുറ്റങ്ങളൊക്കെ പറയാമോ എന്ന് വിചാരിച്ചു. പക്ഷേ അവർ വെള്ളച്ചോറ് വിളമ്പണവർക്ക്, ഇങ്ങനെ ബിരിയാണിക്കാരെ ഇരുത്തിരുന്നിട്ട് വെള്ളച്ചോറ് വിളമ്പണ ആൾക്കാർക്ക് മീൻ കൂട്ടാൻ കണ്ടപ്പോൾ അവർ എനിക്കൊരിത്തിരി കൂട്ടാൻ തന്നിടാന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടാൻ വിളമ്പി ബിരിയാണിക്കാർ മുഴുവനും ഈ മീൻ കൂട്ടാൻ തിന്നു. അപ്പം അങ്ങനെ എല്ലാവർക്കും വിളമ്പി വീട്ടിലുള്ള ആൾക്കാർക്ക് ഒന്നും തിന്നാൻ കിട്ടിയില്ല. അവസാനം അവർ ഓടിച്ചെന്നത് നോക്കാൻ ചെല്ലുമ്പോഴേക്കും ഉരുളി കാലിയായി. അതൊന്ന് തുടയ്ക്കാൻ വരെ കിട്ടിയില്ല എന്ന് പറയണം. അപ്പോൾ അവൻ വിചാരിച്ചു ഇനി അവൻ്റെ പെണ്ണിൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട്ടേക്ക് പൂരം. അപ്പോൾ അവർ പൂരത്തിന് ചെല്ലുമ്പോൾ അമ്മച്ചിയോട് ഒന്ന് കൂട്ടാൻ വെച്ച് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെക്കാം. അതുപോലെ തന്നെ ആവണമെന്നില്ല. ഒരു വട്ടം നന്നായി വെച്ചിട്ട് എല്ലാ പ്രാവശ്യം അതുപോലെ അതിനൊന്നും വരില്ല. അപ്പോൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇന്നാണ് അവിടുത്തെ പൂരം. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാണ്. പാലക്കാട്ടേക്ക് പോകാനുള്ള മീൻകറിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചത്. എപ്പോഴും നമ്മുടെ കൈപ്പുണ്യം ഒരുപോലെ ആയിരിക്കില്ല എന്നറിയാം. വാങ്ങിയിട്ടുണ്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മാങ്ങ എല്ലാം പാകത്തെ. 1.5 കിലോ ഏട്ടയാണ് കേട്ടോ കിട്ടിയത്. ചൂര അന്ന് വെച്ചത് വ്യത്യാസം ഉണ്ടാവും. അന്ന് വെച്ചത് ചൂരയാണ്. ഇന്നിപ്പോ വെക്കണത് ഏട്ടയാണ് കേട്ടോ. ഇതാണ് വെക്കാൻ പോണത്. നമ്മളുടെ മീൻ തിരുമ്പി വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് തോട്ടം നനയ്ക്കാം. നിങ്ങൾക്ക് എൻ്റെ തോട്ടം കാണണ്ടേ? ഞാനിവിടെ വന്നേപ്പനെ വെച്ച് പിടിപ്പിച്ചതാണ്. അവിടെ നല്ല വെയിൽ വരും. മരങ്ങളൊന്നും ഫ്രണ്ടിലില്ലാത്ത കാരണം നല്ല വെയിൽ വരും. അപ്പോൾ ആ വെയിൽ വരുന്നേക്കാട്ടിലും മുന്നേ ഞാൻ അതൊക്കെ നനഞ്ഞാറ്റേ. ഇന്ന് പൈസയില്ലേ കുഞ്ഞാറ്റ അച്ചു കിടന്നുറങ്ങണണ്ട. മണി ഇപ്പോ ഞങ്ങളുടെ മോച്ചൂട്ടൻ നിൽക്കണണ്ടില്ലേ, 2 കാലുമ നിൽക്കണ മോച്ചൂട്ടൻ. ഒരാള് വരാനായിട്ട് നോക്കിയിരിക്കുക, പുറത്തേക്ക് ഇറങ്ങണത് നോക്കിയിരിക്കുക. ഇങ്ങനെ ഒരു കുറുമ്പ് പിടിച്ചൊരു മോച്ചൂട്ടനെ ഞാൻ ലോകത്ത് കണ്ടിട്ട്. എന്തൊരു പാവായിരുന്നു എന്നറിയോ. ഇപ്പൊ ഒരു മനുഷ്യനെ അകത്തേക്ക് കയറ്റില്ല. ഞങ്ങളല്ലാതെ കണ്ട് വലിയൊരു മണ്ണാണെന്ന് വെച്ചാ അവരെ പണി തീർന്നു എന്ന് തന്നെ വെച്ചാൽ മതി. ഇപ്പൊ ഞാൻ എന്നും ചോറ് കൊടുക്കണതാ, എന്നെ കടിച്ചു. ഇവിടെ കടിക്കാത്ത ആരും ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് പുറത്തുനിന്ന് പറഞ്ഞ എത്ര പേര് കടിച്ചേക്കണേന്നറിയോ. ഞങ്ങളുടെ അപ്പച്ചൻ ഇതുപോലെ അപ്പച്ചൻ്റെ ഒരു കൂട്ടുകാരനെയും കൊണ്ട് വന്നതാ. പട്ടി എരുത്ത് നിൽക്കണതെന്ന് അറിഞ്ഞില്ല. ആ എരുത്ത കൂടെ വന്നതാ. അതിന്റെ കാലുമേ കടിച്ചു പിടിച്ചു. അപ്പോഴാണ് പട്ടീൻ്റെ മനസ്സിലായി. ഇത് കുറയ്ക്കാണ്ട് പൊതിഞ്ഞിരിക്കായിരുന്നു തോന്നുന്നു.
അപ്പോൾ നമുക്ക് നമ്മുടെ തോട്ടം നനയ്ക്കാൻ ഇറങ്ങാം കേട്ടോ. തോട്ടം റബ്ബറും തോട്ടം അല്ല കേട്ടാ, തോട്ടം എന്ന് പറഞ്ഞാൽ വെച്ച് പിടിപ്പിച്ച ഒരു പൂന്തോട്ടം. കാര്യമായിട്ട് പൂക്കളൊന്നും ഇല്ല കേട്ടാ. ആദ്യം നമുക്ക് നമ്മുടെ തക്കാളീനെ നനച്ചു കൊടുക്കാം. തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ദേ കണ്ട, ദേ അപ്പുറത്തുണ്ട്. ഈ തക്കാളി മരം ഞങ്ങളല്ല വെച്ച് പിടിപ്പിച്ച, ഇവിടുത്തെ ഉടമസ്ഥരാണ്. പക്ഷെ ഇത് ഉണ്ടായിണ്ടായിരുന്നു കേട്ടോ, ഉണ്ടായി നിൽക്കണ്ടായിരുന്നു. പക്ഷെ അവർക്കത് പൊട്ടിക്കാൻ ഉള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും അവർ കൊഴിയേണ്ടി വന്നു, ഞങ്ങൾക്ക് കയറേണ്ടി വന്നു. അത് കാരണം കൊണ്ട് ആ തക്കാളീനെ അതേപോലെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കാട്ടോ. ഇത് ഞാൻ വന്നേപ്പനെ ചെയ്തതാട്ടോ. പിന്നെന്താ പറയാ, ടർട്ടിൽ ബൈനാ, അതായിക്കോട്ടെ. ഇത് കാണാൻ എന്താ ഭംഗി. ഇത് ഞാൻ വെച്ച് പിടിപ്പിച്ചതാ. ഇവിടെ കാണുന്നതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചത് തന്നെയാ. ഈ വീട്ടിൽ വന്നപ്പോഴേ കുറേ സ്ഥലമുണ്ട് മുറ്റം. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു ഭാഗം നമുക്ക് തോട്ടം ഉണ്ടാക്കാം, പൂക്കൾ ചെടികൾ വെച്ച് പിടിപ്പിക്കാം, പിന്നെ പച്ചക്കറി. പക്ഷെ എൻ്റെ മോള് ഇപ്പോൾ പച്ചക്കറിയിൽ തൈക്കൾ മേടിക്കാനായിട്ട് മണ്ണുത്തിയിലേക്ക് വരില്ല. വെയിലാത്ര വെയിലേ, വെയിൽ പേടിയാ അവൾക്ക്. അപ്പം അത് കാരണം കൊണ്ട് വരുന്നില്ല. എനിക്ക് തന്നെയാണെങ്കിലും പോകാൻ പറ്റില്ല, അത്രയും വഴിയുണ്ട്. മണ്ണുത്തിയിൽ ചെന്നിട്ട് വേണം, ചെടികളുടെ നഴ്സറി ഉണ്ട്, അവിടെ പോയിട്ട് വേണം മേടിക്കണമെങ്കിൽ. പിന്നെ പപ്പായയുടെ തൈ അന്വേഷിച്ച് നടന്ന് ഞങ്ങളൊരു ലോകം മുഴുവൻ എത്തി. റെഡ് ലേഡി മേടിക്കാനായിട്ട് ഞാൻ എവിടെ ചെന്നാലും വെച്ച് പിടിപ്പിക്കും. അതിൻ്റെ ഇതുണ്ടായി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരേണ്ടി വരും. ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് റെഡ് ലേഡി വെച്ച് വേണ്ട പപ്പക്കായ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തിന്നാൻ ഞങ്ങൾക്ക് യോഗമില്ല. പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ നോക്കും. ആ പപ്പമരം പള്ളിയുടെ തൊട്ടായ കാരൻ്റെ കാണാൻ മതിലിൻ്റെ അവിടെ നിന്ന് നോക്കും. ഞങ്ങൾ കുറേ കാലമായിട്ട് കൊണ്ടു നടക്കണ ഒരു ചെടിയാണ്. എവിടെ പോയാലും ഞങ്ങളിത് പിടിപ്പിക്കും. നല്ലതാണെന്ന് പറയണേ. പക്ഷേ ഈ ചെറിയ ഇതിലും പൂക്കളുണ്ടാവണ്ടീ, പൂക്കളുണ്ടാവും. ഈ പട്ടി ഇപ്പോൾ കുറയ്ക്കണില്ലല്ലോ. മണ്ണുത്തി മാടക്കത്ര ഫുള്ളും കറങ്ങി. എന്നിട്ടാണ് ഞങ്ങൾക്ക് ഇതേ ഈ മെഴുതിരിക്കാല് മാതിരിയുള്ള കാറ് തിരിച്ച് ഒരു മെഴുതിരിക്കാലിൻ്റെ കൊമ്പൊടിഞ്ഞു പോയി. അതാണ് ഇത്. പക്ഷെ ഇവിടെ അടിയിൽ നിന്ന് മുളക്കുന്നുണ്ട് കേട്ടാ, മുളക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മെറ്റൽ വിരിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ കുഴിച്ചിട്ടോടത്തുനിന്ന് പറിച്ചു. അപ്പോൾ ഒരെണ്ണം പോയി. ഇപ്പം എന്തിനു പറയണു, ഈ 2 എണ്ണം ഉണ്ട്. ഇനിയും പോണം. പക്ഷേ ഈ വെയിലിന് പേടിക്കണ കാരണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയ. മുളക് ഇതിൽ നിറച്ചിട്ടുണ്ടായിരുന്നു, കാന്താരി മുളകൊക്കെ കഴിഞ്ഞു. മുളക് കുറച്ചും കൂടിയും വെച്ച് പിടിപ്പിക്കുന്ന പപ്പായ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കും. പക്ഷെ നമുക്ക് ഇത് എത്ര വലുതാണെന്നറിയോ? തരാ കണ്ട, പയറ് കുത്തീൻ്റെ കപ്പ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ആവട്ടെ, ഒക്കത്തിന് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെന്ത് പൂവാന്നറിയില്ലേ ഞങ്ങൾക്ക്. ചേച്ചിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈ ഒരെണ്ണം പൊട്ടിച്ചു കൊണ്ടുപോകാം. ഇത് ഒരു അസത്തറ്റിക് പൂവാണിത്. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ വാക്കാണിത്. അപ്പം ആള് പ്രത്യേകം പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അല്ലേ. കാണാൻ നല്ല ഭംഗിയാ. കാലത്ത് ഇതെല്ലാം വിരിയാ ചെടി നിറച്ചുണ്ടാവും. ഇതാണ് കോളാമ്പിപ്പൂ എന്ന് പറയും ഇതിന്. പണ്ടത്തെ ഇതിപ്പോൾ ഇല്ല, ഇത് പോയി കഴിഞ്ഞു. എന്നാലും ആൾക്കാർ ഇത് ശേഖരിക്കുന്നുണ്ട് കേട്ടോ. അതിലുള്ളടത്തുനിന്ന് പോയിട്ട് ഇതൊരു കാലം തെറ്റിപ്പോയി. ഇതിൻ്റെ പണ്ടുണ്ട് ഇത് കാട്ടുറോസാന്ന് പറയാ ഇതിനെ. ആരാണാവോ ഈ മനോഹരമായ പൂവിനെ? എന്ത് ഭംഗിയാ കാണാൻ പൂവ്. കണ്ടോ, ഇത്ര നല്ല മനോഹരമായ പൂവിനെ ശവനാറിന്ന് പേരിട്ടെ. പണ്ട് ഞാൻ പഠിക്കാനൊക്കെ സ്കൂളിലേക്ക് പോണ സമയത്ത് നെല്ലിയൊന്ന് സ്കൂളിലതുണ്ട്. നിറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. പൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാണെങ്കിൽ നിറച്ച് പൂവിടും. അപ്പോൾ ഇതിന് ആരാണാവും ഇങ്ങനെ ഒരു പേരിട്ടത്? പണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ പേടിയാണ് നമുക്ക്. ചുവന്നാറിപ്പൂ എന്ന് പറയുമ്പോൾ പേടി. നമ്മുടെ കയ്യിൽ പിങ്ക് കളറും കൂടി ഉണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു കളറും കൂടി ഉണ്ട്. ഇനിയുണ്ട് നഴ്സറിയിൽ ഇതിൻ്റെ പല കളറുണ്ട്. നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള അതുമ്മ പൂവുണ്ടാകുമ്പോൾ എന്താ സന്തോഷം എന്നറിയോ? എവിടെ ചെന്നാലും ഇങ്ങനെ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കും. പകുതിയൊക്കെ അവിടെ ഇട്ടിട്ട് പോരും. പറ്റാവുന്നത് മാത്രം
മറ്റേത് അപ്പച്ചൻ ചീത്ത പറയലാണ്, ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞു. ചെറുത് തൊട്ട് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പൂക്കളെ ഭയങ്കര ഇഷ്ടം. ചെറുപ്പം തൊട്ടേ എനിക്ക് എൻ്റെ വീട്ടിലായിരിക്കുമ്പോഴും ഞാനിങ്ങനെ വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോഴും കെട്ടിച്ച വീട്ടിലേക്ക് ചെന്നപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പൂക്കളിനോടെന്ന് വെച്ചാൽ ഭയങ്കര കമ്പാ എനിക്ക്. അപ്പം അതുകൊണ്ടായിരിക്കാം എൻ്റെ അപ്പനും അമ്മയും എനിക്ക് പുഷ്പം എന്ന് പേരിട്ടത് അല്ലേ? അതുകൊണ്ടായിരിക്കാം എൻ്റെ പേര് പുഷ്പം. ഗോവയ്ക്കൊക്കെ ഉണ്ട് ഒരു കഥ. അപ്പച്ചനുള്ളപ്പം ഗോവയ്ക്ക വെച്ച് പിടിപ്പിക്കുമ്പോഴേ ഗോവയ്ക്ക വെച്ച് പിടിപ്പിക്കുമ്പോൾ എന്നോട് പറയും, ഇതെന്തിനാണ് നീ ഇപ്പോൾ ഇതിങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത്? ഒരു മാസം കഴിഞ്ഞാൽ ഒരു കൊല്ലം 2 കൊല്ലം താമസിക്കാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ വേറെ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്തുട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കിട്ടണോടത്തോളം കിട്ടട്ടെ. ഇതൊക്കെ ഗോവയ്ക്ക് ഉണ്ടായിരുന്നില്ലേടി. അത് കഴിഞ്ഞ് അപ്പച്ചൻ പെട്ടെന്നല്ലേ മരിച്ചത്. മരിച്ച് കഴിഞ്ഞപ്പം ഫ്രണ്ട് മിറ്റം തോട്ടത്തിലുണ്ടായിരുന്ന ചെടികളും ഒക്കെ പറിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഗോവയ്ക്കാരെ കടയും വലിച്ച് അവർ ബാക്കിൽ കൊണ്ടിട്ടു. ബാക്കിൽ കൊണ്ടിട്ടിട്ടാണ് അവർ ഫ്രണ്ടിലെ ആ നീല ഷീറ്റ് കെട്ടിയത്. അപ്പം 5ൻ്റെ കുർബാന ചെല്ലിക്കലതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഗോവയ്ക്കാരെ കട അങ്ങനെ തന്നെ അവിടെ ഇരുന്നിട്ട് മുളക്കിനു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ കട അങ്ങനെ തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ തന്നെ കൊണ്ട് കുഴിച്ചിട്ടു. പിന്നെ ഞങ്ങൾ വരാറാവുമ്പോഴേക്ക് അത് ഒരു മരവെണ്ട നിൽക്കണ്ടായിരുന്നില്ലേ, വെണ്ടത്തയ്യേ, അതിൻ്റെ മുകളിലേക്ക് ഇത് കയറി. അപ്പം ഞാൻ എൻ്റെ ചേച്ചിക്ക് വിളിച്ച് പറഞ്ഞേ, ചേച്ചീനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ, ഓക്കെ ചേച്ചി അന്നത്തെ പറിച്ചിട്ടത് മുഴുവനും ഇതേ ഇപ്പം മുളച്ചൊടുങ്ങിയെന്ന് പറഞ്ഞു. അപ്പം നീ ഇത് പോകുമ്പോൾ കൊണ്ടുപോകണില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോകുമ്പോൾ കൊണ്ടുപോകണം, ആ കട അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകാം. ആ കട കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് അതേ ഇപ്പം അതേ നോക്കിയേ, അതാണ് ഗോവയ്ക്കേരെ. അത് പയറ് കയറുണ്ട്. ഇതേത് പയറിൻ്റെയാ ഇത് ഒക്കെ അങ്ങനെ പയറ് അതാണ് കയറണത്. കുരുമുളകിന് ഉണ്ട് കേട്ടൊരു കഥ. അതെന്താണെന്ന് വെച്ചാൽ ഈസാഫ് എന്ന സംഘത്തിൽ ഞങ്ങൾ മെമ്പറായിരുന്നു. ഇപ്പോൾ വേണ്ടാന്ന് വെച്ചു. അപ്പം ഞങ്ങൾക്ക് കൊല്ലത്തിലും മീറ്റിംഗ് ഉണ്ടാവും. അപ്പം മെമ്പർമാർ പോവും. അപ്പം ഞങ്ങൾക്ക് ഉച്ചഭക്ഷണമൊക്കെ അവിടെ നിന്നാണ്. അത് കഴിഞ്ഞപ്പോൾ വിളിച്ച് പറയുന്നു, അവിടെ കുറേ കുരുമുളകിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തു കൊണ്ടുപോകാമെന്ന്. 4 എടുത്തു. 4 എടുത്തു. 4 എടുത്തതിൽ ഒരെണ്ണപ്പോൾ വരുമ്പോൾ സ്മിതയ്ക്ക് കൊടുത്തു. പിന്നെ 2 വെള്ളമായിട്ട് എന്തുട്ടണാവോ ചീഞ്ഞു പോയി. ഓട്ടോറിക്ഷ നോക്കി നിന്ന് അവിടെ എത്തണമെങ്കിൽ എന്തോ ഒരു പാട് വേട്ടയെന്നറിയോ. നല്ല കനമുണ്ട്, മണ്ണല്ലേ. അങ്ങനെ അന്ന് കൊണ്ടുവച്ചതാ. ഇനി ഇതുണ്ട് ഒരെണ്ണം. സ്മിതയുടെ അടുത്ത് പോയി എന്ന് പറയണ്ടേ. എന്നാൽ നമ്മുടെ അടുത്ത് പോയിട്ടില്ല കേട്ടാ. ഇപ്പം ഉണ്ടായിക്കണേ എല്ലാ കൊല്ലത്തിലെ 3 വട്ടം കണ്ട് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. ഇതൊരെണ്ണം ഇപ്പം 2ാമത്തെ വട്ടാട്ടോ അത് ഉണ്ടാവണത്. ഇവിടെ കണ്ടില്ലേ, ഇപ്പുറത്ത് കണ്ടില്ലേ, ഇവിടെ ഇത് ചെറുതാണ്. ഇത്രേ ഉള്ളൂ. പക്ഷെ കൊമ്പിലും ഈ കുരുമുളകാണ്. ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. കുഞ്ഞേച്ചിക്ക് എടുക്കാനുള്ള ആരോഗ്യമില്ല. കുഞ്ഞേച്ചിനെ കൊണ്ട് ഇടിപ്പിക്കലാണ് ഉള്ള പണി ഇപ്പോ. കുഞ്ഞേച്ചിയാണെങ്കിൽ വളഞ്ഞിട്ട് നിക്കണ നോക്ക്. റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പാലൊഴിക്കാം. 2 നാളികേരത്തിൻ്റെ പാല്. മതി. ഇതാവുമ്പോൾ ഒരു ലേശം കുറച്ചോ. അപ്പോഴേ നമ്മുടെ കുഞ്ഞെ അടുപ്പിൽ വെച്ചാൽ പെട്ടെന്ന് തിളക്കില്ല. ഈ നടുക്ക് മാത്രമേ തിളക്കുള്ളൂ. അപ്പം അത് കാരണം ഞങ്ങളൊരു അടുപ്പെടുത്തു. മീൻകറിയിലെ എല്ലാ കാര്യങ്ങളും ആയി. ഇനി ഒന്ന് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടം കാച്ചാം. ഒരു കാര്യം എടുക്കാൻ മറന്നു. പെരിഞ്ചീരകം ഒരു ചെറിയ 2 പിടി നാളികേരത്തിൽ നമ്മൾ അരച്ചതിൽ കൂട്ടും.
അത് ഞാൻ അരച്ചു കൊണ്ട് പെട്ടെന്ന് ഒഴിച്ചു. അത് കാണിക്കാൻ മറന്നു കേട്ടോ. സോറി. സൂപ്പറായിൻ്റെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ നല്ല മീൻകറിയാവും. അപ്പം നമുക്ക് കാച്ചാട്ടാ. ഇനി കാച്ചിൽ മാത്രമേ ഒരു പണിയുള്ളൂ. അപ്പോൾ മീൻകറി റെഡി. ഇനി കഴിക്കുന്നവരെ അഭിപ്രായം പറയാം. ടേസ്റ്റ് ചെയ്യുന്നത് ലിൻഡോ ജോസ്. പുളി കുറവുണ്ടോ എന്നുവെച്ചാ മാങ്ങയും കൊടപ്പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ മാളുണ്ട് ഒരു കോലം. പാണ്ടിലുക്കായി ശരിക്കും ക്രിസ്മസ് 2026 എന്നിട്ട് പാണ്ടിലുക്ക് മാറ്റാനാ മാനിഫെസ്റ്റേഷൻ ആണ്. ഓക്കെ കുളിച്ച് റെഡിയാവാൻ നോക്ക്. തല കുളിക്കാൻ പറ്റില്ല. അപ്പം മീൻ കറിയിൽ ഇച്ചിരി പുളി കുറവുണ്ടായിരുന്നു. അപ്പം അമ്മച്ചി മീനിൽ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. മാളും ടേസ്റ്റ് നോക്കുന്നതാക്കി. എങ്ങനെയുണ്ട്? മുതിര കഴിച്ച് മടുത്തു. അപ്പൊ ഗൈസ് ഞാൻ ഡ്രസ്സൊക്കെ മാറി സ്കൂളിൽ പോവാം ഗൈസ് എക്സാമിന്. പിന്നെയെന്ന് പറയുമ്പോൾ നല്ല പൊരിഞ്ഞ വെയിലാണ്. അതുകൊണ്ട് അമ്മ എന്നെ കാറ് കൊണ്ടാകാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് ഗൈസ്. എനിക്കറിയില്ല, നല്ല തലവേദന എടുക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഇങ്ങനെ വേദന വരണേ. തലയിലൊരു ഒരു കല്ല് കയറ്റി വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുപോലത്തെ ഒരു കുരു നോക്കി വന്നേക്കട. ക്യാമറയ്ക്ക് നന്നായി തുടച്ചു. എന്താവും ഇങ്ങനെ. അപ്പോൾ നല്ല തലവേദനയാണ് ഗൈസ് എനിക്ക്. എന്താവോ എന്തോ. ഞാനിപ്പോൾ പോവാണ്. ഇനി ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. എക്സാം കഴിഞ്ഞ ഒരാളെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എക്സാം? കാര്യമായിട്ട് പറ. കുഴപ്പമില്ല. എളുപ്പമുണ്ടെന്നാ എളുപ്പമില്ലാന്നോ? എളുപ്പവും കുഴപ്പമില്ല. ബുദ്ധിമുട്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. തലവേദന പറഞ്ഞോ? മീൻകറി കൊണ്ടുപോകാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലായിട്ട് അവർ വന്ന് സാധനം കൊണ്ടുപോയി. പാലക്കാട് എത്തിയിട്ട് അവർ വിളിച്ചു. എന്നിട്ട് ഇത് കൊണ്ട് ചെന്ന വഴിക്കാൻ അവർ മറ്റേ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഞങ്ങൾ ഇതാക്കി കൊണ്ടുപോയിട്ടായിരുന്നു. അതൊക്കെ എടുത്ത് അവർ നോക്കിയപ്പോൾ നല്ല മണം വന്നു. എന്നിട്ട് എല്ലാവരും കുറേശ്ശെ ടേസ്റ്റ് നോക്കി. അപ്പോൾ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കേട്ടപ്പോൾ എനിക്ക് സമാധാനം. എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇത്രയും വഴി അകലേക്ക് പോണതല്ലേ. ഞാൻ ചെല്ലുമ്പോൾ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ചൂടാക്കിയോളോട്ടാ, കുത്തിക്കുലുങ്ങിയൊക്കെ പോയിട്ട് നാശമായി നിങ്ങൾ എന്നെ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുപോയി ഇതാവണേക്കാട്ടിലും മുന്നേ, ചൂടാക്കണേക്കാട്ടിലും മുന്നേ എന്നെ നോക്കിയിട്ട് നാശമായിട്ടൊന്നുമില്ല, നല്ല രസം കേട്ടാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ ഒരു സമാധാനമായി. എനിക്ക് ഒരു സമാധാനക്കേടായിരുന്നു. ഇത്രയും വഴിയകലെ നമ്മൾ ഇപ്പോൾ ഇവിടെ അടുത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ തന്നെ അടുത്തേക്ക് കൊണ്ടുപോകല് വേണ്ടോന്ന് വെച്ചിട്ട്, ഇത്രയും വഴിയകലേക്ക് പോകേണ്ടതല്ലേ. അങ്ങനെ ഒരു സമാധാനമായി എന്ന് പറയാം. മാള് സ്കൂൾ വിട്ട് പരീക്ഷ എഴുതി വന്നു. അവൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് പോയതല്ലേ. അപ്പം ആ ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. വയ്യ, അതിനെ തീരെ വയ്യ. പിന്നെ പരീക്ഷയല്ലേ, പരീക്ഷയായിട്ട് നമ്മളത് മുടങ്ങാൻ പാടില്ലല്ലോ എന്ന് വെച്ച് പോയതാണ്. അത് പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതിന് കിട്ടുമ്പോൾ അറിയാം. നാളെ ഇനി കെമിസ്ട്രിയാണ് പരീക്ഷ. കുറേ പഠിക്കാണ്ടല്ലോ. ഒന്നാമത്തിൽ തലേ കയറാൻ ബുദ്ധിമുട്ടാണ്. സയൻസ് ഗ്രൂപ്പ് എടുത്ത കാരണം നല്ല ബുദ്ധിമുട്ടാണെന്നറിയാം. നമുക്കറിയാം, പഠിച്ച പിള്ളേരും പറയുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ കയറിയിട്ടുണ്ട്. ഇനി അവൾ ഒരു 7 മണിയാകുമ്പോൾ ഇറങ്ങി വരും ഭക്ഷണം കഴിക്കാൻ. അപ്പം ഗുളിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം. പിന്നെ പഠിക്കാനായിട്ട് അത് ഇത്തിരി ഡോസ് കൂടിയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു പുതിയ വീഡിയോയുമായി വരും. അപ്പോൾ നമുക്ക് കാണാം ട്ടാ. ബൈ.